എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ പലരും ഇങ്ങനെ കേട്ടിരിക്കും, അവളുടെ കണ്ണാണ്, അവളുടെ പറച്ചിൽ കേട്ടപ്പോഴേ തോന്നി എന്നൊക്കെ. കണ്ണേറ് എന്നത് ശാസ്ത്രീയമോ അശാസ്ത്രീയമോ? കുറച്ചു പേര് ഇതിനെ വിശ്വസിക്കുന്നുണ്ട്, എന്നാൽ കുറച്ചു പേർ ഇതിനെ അന്ധവിശ്വാസം എന്ന് കരുതുന്നു. ചിലർ ഏതെങ്കിലും പാർട്ടി ഫംഗ്ഷൻ കഴിഞ്ഞ് വന്നിട്ടും അതുപോലെ സ്വന്തം കുഞ്ഞുങ്ങളുടെ ചിരിയും കളിയും കഴിഞ്ഞ് വരുമ്പോഴും അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം എന്തെങ്കിലും കൊടുക്കുമ്പോഴും ഒഴിഞ്ഞ് കളയാറുണ്ട്. ഇവരെല്ലാം അതിനെ പൂർണ്ണമായും വിശ്വസിക്കുന്നവരാണ് എന്നൊന്നും ഇല്ല. ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കണ്ണേറിനെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. അത് എല്ലാ മതവിശ്വാസികളും വിശ്വസിക്കുകയും ചെയ്യുന്നു. പ്രാചീന കാലം മുതൽക്ക് തന്നെ മുത്തശ്ശിമാർ കുഞ്ഞുങ്ങളിൽ ഏറ്റിരിക്കുന്ന കണ്ണേർ ദോഷത്തെ മാറ്റുവാനായി പലതരം ഉപായങ്ങൾ പ്രയോഗിച്ചിരുന്നു. കണ്ണേർ എന്നത് നമ്മൾ മനുഷ്യർക്ക് മാത്രമല്ല ഏൽക്കുന്നത്, നമ്മുടെ ഭവനത്തിലും നമ്മുടെ സ്ഥാപനത്തിലും അതുപോലെ നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾക്കും ഏൽക്കാറുണ്ട്. കണ്ണേർ മനുഷ്യനേറ്റാൽ ഇതൊരു അസുഖമല്ല, എന്നാൽ അതിൻ്റെ പ്രഭാവം മൂലം വ്യക്തിക്ക് അസുഖം പിടിപെട്ടതുപോലെ തന്നെ തോന്നുന്നു. ശരീരത്തിന് തളർച്ച, അതുപോലെ തലയിൽ ഭാരം തോന്നുക, വിശപ്പില്ലായ്മ, ഉറക്കമില്ലായ്മ, ജോലി ചെയ്യാൻ താല്പര്യമില്ലാതെ വരിക, അതുപോലെ ഉന്മേഷക്കുറവ്, ഇതെല്ലാം ഉണ്ടാകുന്നു. പലരും കണ്ണേറിനെ ഒരു ബാധയെ പോലെ കണക്കാക്കാറുണ്ട്. ദുഷ്ട ആത്മാക്കളുടെ മോശപ്രഭാവമായും ചിലർ കാണാറുണ്ട്. സാധാരണ സംഭവിക്കുന്നത് ഇതാണ്: കണ്ണേറ് ബാധിച്ച വ്യക്തിയുടെ പോസിറ്റീവ് എനർജി, അതായത് നല്ല ഊർജങ്ങൾ മാറി നെഗറ്റീവ് എനർജിയിലേക്ക് അഥവാ നിഷേധാത്മക ഊർജത്തിലേക്ക് മാറപ്പെടുന്നു. അതിൻ്റെ പരിണാമം കാരണം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് സ്വന്തം ബുദ്ധിമുട്ടുകളെക്കുറിച്ചുള്ള വ്യാകുലത കാരണമല്ല ഉറക്കം നശിക്കുന്നത്, പിന്നെയോ മറ്റുള്ളവരുടെ വളർച്ച കണ്ടിട്ടാണ് പലർക്കും വിഭ്രാന്തി ഉണ്ടാകുന്നത്, അല്ലേ? ഈ അധ്യായത്തിൽ നമ്മുടെ ഭവനത്തിൽ ഏൽക്കുന്ന കണ്ണേർ ദോഷത്തെയും നെഗറ്റീവ് എനർജികളെയും ഇല്ലാതാക്കുവാനായി ചെയ്യേണ്ട അത്ഭുതകരമായ ഒരു ഉപായത്തെ പറഞ്ഞുതരാം. ഏതെങ്കിലും തരത്തിൽ അശുഭമായ ലക്ഷണങ്ങൾ കണ്ടാലോ അതുപോലെ വീട്ടിൽ കലഹങ്ങളോ അലോസരങ്ങളോ ഉണ്ടാകുമ്പോഴും ഈ ഉപായത്തെ ചെയ്യാവുന്നതാണ്. ചെയ്യേണ്ടത് ഇത്രമാത്രം: 6 ഉണക്കമഞ്ഞൾ, നവധാന്യങ്ങൾ ഇവയെ എടുത്ത് അതിൽ പശുവിൻ നെയ്യ് ഒഴിച്ച് കത്തിച്ച് വീടിനുള്ളിൽ പുകയ്ക്കുക. വീട്ടിനുള്ളിൽ എല്ലാ ദിശകളിലും എല്ലാ മുറികളിലും ചുറ്റുക. ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച ഇവയിൽ ഏതെങ്കിലും ഒരു ദിവസം വൈകുന്നേരം പുകയ്ക്കുക. ഈ നവധാന്യങ്ങൾ നമുക്ക് പാക്കറ്റുകളിൽ കടകളിൽ ലഭിക്കുന്നതാണ്. നെല്ല്, ഗോതമ്പ്, കടല, എള്ള്, തുവര, പയർ, ഉഴുന്ന്, മുതിര, അമര എന്നീ 9 ധാന്യങ്ങളെയാണ് നവധാന്യങ്ങൾ എന്ന് പറയുന്നത്. പലവിധ വൈദിക, താന്ത്രിക, മാന്ത്രിക കർമ്മങ്ങളിലും നവധാന്യങ്ങളെ ഉപയോഗിച്ച് വരുന്നു. ഈ നവധാന്യങ്ങളെയും 6 മഞ്ഞളിനെയും ശുദ്ധമായ പശുവിൻ നെയ്യിൽ നനച്ച് പുകച്ചാൽ കണ്ണേർ ദോഷം മാറും. അതുപോലെ മറ്റെന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിലും അതും ഒഴിഞ്ഞു പോകുന്നതാണ്. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേര് കമന്റ് ബോക്സിൽ ഒന്ന് എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതന ധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.